കുട്ടികളോ അതല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങി മാസ്റ്റേഴ്സ് പഠിച്ചിറങ്ങിയവരൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന ടെക് സ്റ്റാർട്ടപ്പിലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതിമനോഹരമായ പ്രദേശമാണ്. അപ്പോൾ ഈ അൽക്കാട്രസ് പ്രസിഡന്റ് ഈ പറയുന്ന എനിക്ക് പറയണം തോന്നി. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ട്രംപിൻ്റെ അഹങ്ക, അതായത് നിങ്ങൾ കുറ്റം ചെയ്താൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു ജയിൽ ഓപ്പൺ ആക്കി തരാൻ പോവുകയാണ് ആളുകൾക്ക് വേണ്ടി എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയാണ്. ട്രംപിന്റെ സംസാരം ഭീഷണിയാണ്. ഈ കാണുന്നതാണ് അൽക്കാട്രസ് പ്രിസൺ. അത് ഓപ്പൺ ചെയ്യുക തന്നെ ചെയ്യുമായിരിക്കും ട്രംപ്. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഒരുപാട് പെർമിഷൻ വേണം, അത് വീണ്ടും റെനോവേറ്റ് ചെയ്യണം, കോടിക്കണക്കിന് രൂപയുടെ ചിലവുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു ഞാൻ ചെയ്യും, അവിടേക്ക് ഞാൻ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടേക്ക് പറഞ്ഞയക്കും, ആ ജയിലിൽ വിടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. വന്നിരിക്കുകയായിരുന്നു. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ SFO കംപ്ലീറ്റ്ലി ഡൗൺ ടൗൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, വെൽ ഡെവലപ്ഡ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ്. അത് കാണാൻ ആഗ്രഹം കൊണ്ട് വന്നതായിരുന്നു. പക്ഷെ അവിടെ ഈ പറയുന്ന നമ്മുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ ഞങ്ങൾ കയറാൻ സാധിച്ചില്ല. ടെമ്പററി അവർ അടച്ചിട്ടിരിക്കുകയാണ്, സാധിക്കാൻ പറ്റിയില്ല. അപ്പം ഈ പറഞ്ഞ അൽക്കാട്രസ് പ്രസിഡന്റ് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ അടച്ചിടാണ് മെയിൻ കാരണം. അവിടുത്തെ ചെലവാണ്. അവിടേക്ക് ഭക്ഷണം എത്തിക്കുക, വെള്ളം എത്തിക്കുക, സുരക്ഷയ്ക്ക് വേണ്ടമായ സാധനങ്ങൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന കുറ്റവാളികൾ മരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജീവഹാനി സംഭവിക്കുന്നുണ്ട്. കൂടുതൽ ഓഫീസേഴ്സിനെ അവിടെ വെച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഓഫീസേഴ്സിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. കാരണം ഇത് ദ്വീപാണ്, അവർ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പാട്. അപ്പം അങ്ങനെ ഭീമമായിട്ടുള്ള ചെലവ് കൊണ്ടാണ് അമേരിക്ക അത് അടച്ചിടാൻ തീരുമാനിച്ചത്. പക്ഷെ അതൊരു ഒരു സിമ്പിളായിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ. ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രംപിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വരാം. ട്രംപിൻ്റെ നിയമങ്ങൾ വരുന്നു, ഒരുപാട് കാര്യം ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക യൂസ് ടു ബി ഇൻ ഓപ്പൺ സൊസൈറ്റി. അതായത് അമേരിക്കയിലെ പണ്ടത്തെ ഒരു പ്രസിഡന്റ് റേഗൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എവിടുന്ന് വന്നു ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഡെസ്റ്റിനേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇന്ന് അമേരിക്കയിൽ അങ്ങനെയല്ല, നമുക്ക് ആരും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അമേരിക്ക ഈസ് യൂസ് ടു ബി, അമേരിക്ക ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ആളുകളെല്ലാം കൂടി ഇടുങ്ങിയ ചിന്താഗതിയുമായി